പിന്നെ കോൺടാക്ട് എ മാൻ ഇൻ ബ്ലൂ സൂട്ട് അറൈവിംഗ് ബൈ മസ്കറ്റ് ഫ്ലൈറ്റ് ഓൺ 8/11/1987. യെസ് സർ, അതാണ് ടെലിഗ്രാമിന്റെ ഉള്ളടക്കം. മാലതയ്ക്ക് ഭ്രാന്തുണ്ടോ? ഹോട്ടൽ ക്യാപിറ്റലിൽ ഒരു സൂട്ട് റൂം ബുക്ക് ചെയ്യാൻ ടെലിഗ്രാം വന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്നു മസ്കറ്റിൽ നിന്നും വരുന്ന ബ്ലൂ സൂട്ടിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാൻ. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് കമ്പാരിസൺ? സർ, 8/11/87 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അന്ന് ദുബായ് ഫ്ലൈറ്റ് ഇല്ല. അന്ന് 2 ഫ്ലൈറ്റ് ഉള്ളത്, ഒന്ന് ഡേരയിൽ നിന്നും മറ്റൊന്ന് മസ്കറ്റിൽ നിന്നുമാണ്. സർ, ക്യാപിറ്റൽ ഹോട്ടൽ എന്നുള്ളത് മസ്കറ്റിനുള്ള കോഡ് വേർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലുള്ള കാര്യം. ക്യാപിറ്റൽ തലസ്ഥാനം, തലസ്ഥാനത്തുള്ള ഹോട്ടൽ. മനസ്സിലാവേണ്ടവർക്ക് എളുപ്പം മനസ്സിലാവും. പിന്നെ ബുക്ക് എന്നുള്ളതിന് കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ മസ്കറ്റ് ഫ്ലൈറ്റിൽ വരുന്ന ബ്ലൂ സൂട്ടിട്ട് ഒരാളെ കണ്ടുപിടിക്കുക. പിന്നെ ഡീലക്സ് എന്നൊക്കെ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. ദർ ഇസ് നോ മീനിങ് ഇൻ ഇറ്റ്. അതൊക്കെ ശരിയാ, എങ്കിലും വിശ്വസിക്കാനൊരു പ്രയാസം. നമ്മൾ ഈ ബ്ലൂ സൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുമ്പോ ഹാജ വന്ന അയാളെ പാട്ടിന് പോയാലോ? മിസ്സിന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇത് തന്നെ പറഞ്ഞ അർത്ഥമൊന്നും? അങ്ങനെയാണെന്ന് തീർത്തു പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. പിന്നെ ഇതൊക്കെ അനുമാനങ്ങളാണ്. അപ്പോഴീ ചൊവ്വാഴ്ച ദിവസം ദുബായ് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ഹാജയ്ക്ക് അറിയാൻ പാടില്ല. അറിയാമായിരിക്കും, ബട്ട് ഹി മിസ്ഡ് ഇറ്റ്. അതാണ് ശ്രദ്ധയിലുള്ള അശ്രദ്ധ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ലൂപ്പ് ഹോൾസ്. നമ്മുടെ നിയമത്തിലുണ്ടല്ലോ അത് ആവശ്യം പോലെ. Meet is tomorrow. Mr. Alex. ഇല്ല സാർ, ഏതല്ല സാർ, കഴിഞ്ഞല്ലേ? ആ, കണ്ടാ നല്ല വർക്കത്താണല്ലോടാ മോന്തയ്യ. ഒന്നുമില്ല സാർ. അനുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാറുണ്ട്. ഡാഡാ, എയർപോർട്ടിൽ വെച്ച് നീ ആരെയോ നോക്കുന്നുണ്ടായിരുന്നല്ലോ? ഇല്ല സാർ, ആരായിരുന്നു? ഞാൻ ആരെയും നോക്കില്ല സാർ. സത്യം പറയടാ, ആരായിരുന്നു? ഞാനൊരു പാവമാണ് സാർ, എന്നെ ഒന്നും ചെയ്യില്ല. മിസ്റ്റർ അലക്സ്, തന്റെ സാധനങ്ങൾക്ക് എടുത്ത് വെക്കോ. അതിന് തന്നെ. അതല്ല ക്യാമറ.